ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് സൺഡേയിലെ ഒരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മൾ ഇത് കാറ് പണി പറഞ്ഞതുകൊണ്ട് പക്ഷേ കാറിന് കംപ്ലൈൻ്റ് ആയി, ഇനി അത് റെഡിയാക്കണം. അതുകൊണ്ട് നമ്മളെ വീട്ടിലെ ഇസൂസുവിലാണ് പോകുന്നത്. ഇസൂസ് എന്ന് പറയുന്നൊരു ലോറി മോഡലാണ്. ഇത് നമ്മൾ കടയിൽ യൂസിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ. അതെ, നല്ല മുടിയൊക്കെ പറക്കുന്നുണ്ട്, കാറ്റൊക്കെ ഉണ്ടേ. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ ഇതാക്കി എൻജോയ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഇക്കാടെ ഓരോ കഥകളും പിന്നെ കുട്ടികളുടെ ഓരോ കാര്യങ്ങളും സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. ഇതാണ് കേട്ടോ, ഇവിടെ വെച്ചിട്ടാണ് കല്യാണം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഓഡിറ്റോറിയത്തിലൊക്കെ ഇരുന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പിന്നെ ഇക്കാടെ ഉമ്മയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഒക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പിന്നെ തിരിച്ച് വീണ്ടും ഓഡിറ്റോറിയത്തിലോട്ട് പോകാനുള്ള ഒരു ഇതിലാണ്. പിന്നെ അവിടെ പോയി കുറച്ച് എല്ലാവരുടെയും വീഡിയോസൊക്കെ എടുത്തു. സ്റ്റേജിലുള്ള ഇത് അവരുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഫാമിലി ആയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ വീഡിയോസൊക്കെ കുറച്ച് നേരം എടുത്തു. പിന്നെ ഇനി ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞങ്ങൾ പുറത്തൊക്കെ നിന്നു. ഇത് തൊപ്പിയിട്ടേക്ക് അങ്ങോട്ട് പോകുന്നില്ല, അത് ഹസ്ബൻഡിൻ്റെ വാപ്പിയാണ്. പിന്നെ മിക്കയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് പായസമൊക്കെ കുടിച്ചു. പിന്നെ അവിടെ ഞങ്ങൾ തിരിച്ചു. പിന്നെ കുറേ നാളായിട്ടോ ബീച്ചിലോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് കയറിയിട്ട് തിരിച്ചു പോകാമെന്ന് വെച്ചു. ഇത് ആലപ്പിയിലെ ബീച്ചാണേ. ആലപ്പിയിൽ വെച്ചിട്ടായിരുന്നു കല്യാണവും, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, മറന്നുപോയി. ഇത് കല്യാണം ആരുടെയെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വാപ്പാടെ കൊച്ചാപ്പാടെ മോളുടെ കല്യാണമായിരുന്നേ. പിന്നെ ഇവിടെ നിന്ന് ദേ ഈ കട ഉണ്ടോ, അവിടെ നിന്ന് കുറച്ച് ടോയ്സ് മേടിച്ചു. പിന്നെ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം നമ്മൾ ഈ ഊതുമ്പം പത വരുന്ന ടൈപ്പില്ലയോ, ആ ഒരു സാധനം മേടിച്ചായിരുന്നു. അത് വെച്ചിട്ട് കളിക്കുവാണ്. കളിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡിൻ്റെ കുട്ടിക്ക് ഇതുവരെ മാറിയിട്ടില്ല. എൻ്റെ മോൻ കടന്ന് കരയുമ്പോഴും ഇക്ക അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും അത്ര മോശമൊന്നും അല്ല ഈ പറയുന്നത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ചെറുപ്രായം ഒക്കെ ഇങ്ങനെ ഓർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ചെറിയ ചില സമയത്തൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി തോന്നും. എനിക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നും, നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മളെ കുട്ടിത്തൊക്കെ അതുപോലെ ആ പ്രായം പിന്നെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ഈ സമയത്ത് ഒരു ഇച്ചിരി വലുതായി കഴിയുമ്പം നമുക്ക് തോന്നത്തില്ലേ, ആ ഒരു സമയം കിട്ടിയിരുന്നെങ്കിൽ. നമ്മൾ പിള്ളേരുടെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അയ്യോ നമ്മുടെ കൊച്ചിയിൽ ഇങ്ങനെയല്ലായിരുന്നോ, ആ സമയം വീണ്ടും ഇതുപോലെ തിരിച്ചു കിട്ടിയിരുന്നേ എന്നൊക്കെ നമുക്ക് തോന്നും. ശരിയല്ലേ? അതെനിക്ക് മാത്രം തോന്നിയാണെന്ന് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ, എനിക്ക് തോന്നാരെങ്കിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ കാലൊക്കെ നനച്ചു, അവിടെ നിന്ന് എൻജോയ് ചെയ്തു. എനിക്ക് ഈ ഒരുപാട് അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കാനൊരു പേടിയാണ് കേട്ടോ. അത് കാരണം കുറച്ച് ഇങ്ങോട്ട് മാറി നിന്ന് കാലൊക്കെ നനച്ചിട്ട് ഞാനിങ്ങനെ കയറി. ഇവിടെ ഇക്കാക്കും പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കാല് നനയ്ക്കുന്നതും അവിടെ നിന്ന് കുറേ നേരം ഈ മണ്ണിലിങ്ങനെ കുഴിക്കുന്നത് എൻജോയ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ വല്ലപ്പോഴും വരുമല്ലേ, അതുകൊണ്ട് കുട്ടികൾക്ക് അവരവരുടെ ഫ്രീഡത്തിനങ്ങ് വിട്ടുകൊടുത്തേക്കാണ് കേട്ടോ. അവരെന്താന്ന് വെച്ചിട്ട് ചെയ്യട്ടെ എന്ന് വെച്ച്, വല്ലപ്പോഴും അല്ല ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ പിള്ളേർക്കും ഒരു എൻജോയ്മെൻറ്റും ഒക്കെ ഒരു ഇത് വേണ്ടേ. പിന്നെ നമ്മൾ താമസിക്കുന്നിടത്ത് അവിടെ അടുത്തായിട്ട് അങ്ങനെ ബീച്ചൊന്നുമില്ല. ബീച്ച് ഇപ്പം നമ്മൾ ചെങ്ങന്നൂരാണ് താമസിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കുറേ വരണം. നമുക്കിപ്പോൾ ഇവിടെ ആലപ്പുഴ മാത്രമേ ഉള്ളൂ ബീച്ചായിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഫങ്ഷൻസിനൊക്കെ വരുമ്പം ചിലപ്പോൾ ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബീച്ചിലൊക്കെ വന്നൊന്ന് കയറിയിട്ട് പോകുമ്പോൾ പിള്ളേർക്ക് വരും ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്ത് തിരിച്ചു പോവുകയാണ് കേട്ടോ. എല്ലാവരും അത്ര ഇഷ്ടമൊന്നുമില്ല തിരിച്ചു പോകുന്നതിന്, പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയത് എൻ്റെ ഇളയാളാണ്.
അവൻ ഓടി അടുത്തോട്ട് പോവുകയാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.